ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. നോൺ വെജുകാർ ചിക്കൻ പൊള്ളിച്ചതും ഫിഷ് പൊള്ളിച്ചതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ വെജിറ്റേറിയൻകാരൊക്കെ നോക്കിയിരിക്കില്ലേ? അപ്പം നമുക്കും ഇനി ഒരു അടിപൊളി സോയ പൊള്ളിച്ചതൊന്ന് തയ്യാറാക്കിയാലോ. വളരെ ടേസ്റ്റിയും വളരെ വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു സോയ പൊള്ളിച്ചത് തയ്യാറാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സോയ പൊള്ളിച്ചത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി ഞാനൊരു ബൗളിൽ നല്ല തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് സോയ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ ബോൾസ് ആയ സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെറുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു 2 കപ്പ് സോയ ചങ്ക്സ് ആണ് നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്തേക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 10 to 15 മിനിറ്റിന് ശേഷം നമ്മുടെ സോയ ബോൾസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. നോക്കിക്കോളൂ, ആ ഒരു ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സോയ ബോൾസ് നന്നായിട്ട് വെള്ളമെല്ലാം പിഴിഞ്ഞ് നമുക്കൊരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. സോയ ബോൾസിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് 2 പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കാരണം ഇത് വലിയ ബോൾസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുഞ്ഞു ബോൾസ് ആണെങ്കിൽ ഈ പ്രോസസ്സിങ് ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മുടെ സോയ ബോൾസ് എല്ലാം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നോക്കിക്കോളൂ, ഈ ഒരു സൈസിലാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. ഇതിലോട്ട് ഒരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി. ഈ വകയെല്ലാം നമുക്ക് ഈ ഒരു സോയ ചങ്ക്സിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലകളെല്ലാം നമ്മുടെ സോയ ചങ്ക്സിലോട്ട് മിക്സ് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ റെസ്റ്റിന് വെച്ച് കൊടുത്ത ആ സോയ ചങ്ക്സിൻ്റെ ആ മസാല കൂട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സോയ ചങ്ക്സ് ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 to 3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ജസ്റ്റ് ആ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാം, നമ്മുടെ മസാല ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കടായിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 3 മീഡിയം സൈസുള്ള സവോള തീരെ നൈസായിട്ട് ഞുറുക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് ഈ ഒരു സവോള നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊരു ലൈറ്റൊരു വഴണ്ട് വരുന്ന ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു സവോള എല്ലാം നല്ലൊരു ലൈറ്റൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നതാണ് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവോള ഇവിടെ അടിപൊളിയായിട്ട് നല്ല ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. അതിനായിട്ട് നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്തുള്ളൂ. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മസാലകളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലകളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 മീഡിയം സൈസ് തക്കാളിക്ക് തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് ആ ഒരു തക്കാളിക്ക് നന്നായിട്ടൊന്ന് കുക്കാവുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ തക്കാളിക്ക് നന്നായിട്ട് പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാനായിട്ട് നമുക്കിതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് നമ്മുടെ ഓൾറെഡി സോയ ചങ്ക്സിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആവശ്യമനുസരിച്ച് മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു തക്കാളിക്ക് എല്ലാം മഷി പരുവത്തിലാവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ കൂട്ടത്തിൽ തന്നെ കുറച്ചൊരു 1/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു തക്കാളിക്ക് നന്നായിട്ടൊന്ന് കുക്കായി വരികയും ചെയ്യും. മസാലകളെല്ലാം തക്കാളിക്കയിലോട്ട് മിക്സായി നന്നായിട്ട് മഷി പോലെ ആവുകയും ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തട്ടിപ്പൊട്ടി ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കിക്കോളും, നമ്മുടെ തക്കാളിക്കായി ഇവിടെ ഏകദേശം നന്നായിട്ട് മഷി പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് ആ ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ സ്പാച്ചുല വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം.
ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് 2 to 3 മിനിറ്റ് വീണ്ടും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുക്കാം. അതായത് ഫ്രഷ് ആയിട്ടുള്ള നാളികേരം. ആ കൂട്ടത്തിൽ തന്നെ ഒരു 5 to 6 കാഷ്യൂനട്ടും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഫൈൻ പേസ്റ്റ് ആക്കി നമുക്ക് അരച്ചെടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രേവിയിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ലിഡ് ഓപ്പൺ ചെയ്തെടുക്കാം. ലിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കിക്കോളൂ, നല്ല ഓയിലെല്ലാം റിലീസായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ടൊമാറ്റോസ് അതായത് തക്കാളിക്കെല്ലാം നന്നായിട്ടൊന്ന് മഷി പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ അതായത് നമ്മുടെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു നാളികേരം കാഷ്യൂവിൻ്റെ മിക്സർ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ പെർഫെക്റ്റ് ആയിട്ട് ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാഴയില ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു വാഴയില എടുത്ത് നന്നായിട്ട് ഇതുപോലെ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇല ഇവിടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ നടുക്ക് ഒരു ചെറിയ പീസ് ഇലയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലെയാണ് നമ്മുടെ ആ ഒരു ഗ്രേവി നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇലയിൽ ഫസ്റ്റ് നമ്മൾ ഗ്രേവി ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോയ ചങ്ക്സിൻ്റെ ഈ ഒരു മേലെ, അതായത് ആ ഒരു നമ്മുടെ ഗ്രേവിൻ്റെ മേലെ കൂടെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഗ്രേവിൻ്റെ മേലെ സോയ ചങ്ക്സ് വെച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ മേലെ കൂടെ നമ്മുടെ ബാക്കിയുള്ള ഗ്രേവി എല്ലാം നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോയ ചങ്ക്സിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഗ്രേവി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോയ ചങ്ക്സും ഗ്രേവി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വാഴയെല്ലാം ഒന്ന് മടക്കിയെടുക്കാം. പതിയെ ഒന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വാഴയില ഇവിടെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് നൂലെടുക്കാം. നൂലെടുത്തിട്ട് നന്നായിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കാം കേട്ടോ. ആരുടെയും ഹെൽപ്പ് വേണമെങ്കിൽ ഹെൽപ്പ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് കെട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് പൊള്ളിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ പാൻ എടുത്തിട്ടുണ്ട്. പാനിൽ 1 ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ഓയിലിൻ്റെ മേലെ കൂടെ നമുക്ക് നമ്മുടെ വാഴയില ഒന്ന് വെച്ച്, അതായത് നമ്മുടെ സോയ ചങ്ക്സ് പൊള്ളിക്കാനായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ശേഷം ഒരു ലിഡിട്ട് ക്ലോസ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു സൈഡ് പൊള്ളിച്ചെടുക്കാം. ഒരു 2 to 3 മിനിറ്റ് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം കേട്ടോ. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പതിയെ ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ടൊന്നും മറിച്ചിട്ട് കൊടുക്കാം. പതിയെ ഞാനൊരു സ്പൂൺ എടുത്ത് നന്നായിട്ട് ഇതുപോലെ മറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ലിഡിട്ട് ക്ലോസ് ചെയ്ത് വീണ്ടും ഒരു 2 to 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം ഒരു 3 to 4 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ജസ്റ്റ് ഒന്ന് മറിച്ചെടുക്കാം. നമ്മുടെ ആ ഒരു 2 സൈഡ് 2 തവണ നമ്മൾ ഒന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു വാഴയെല്ലാം വാടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സോയ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇതൊന്ന് മാറ്റിയെടുക്കാം. അപ്പം നമുക്ക് വാഴയില ഒന്ന് പൊളിച്ച് നോക്കാം. അതിനായിട്ട് നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന ആ ഒരു ത്രെഡ് ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കാം. വാവ്, നോക്കിക്കോളൂ, ആ ഒരു സ്മെല്ല് തന്നെ എന്ത് സ്വീറ്റ് സ്മെല്ലാണെന്നറിയോ, വാക്കുകളില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ഉണ്ട്. ഇത് വെള്ളം വരുന്നുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ സോയ ചങ്ക്സ് പൊള്ളിച്ചതാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. നോക്കിക്കോളൂ, ആ ഒരു ടെക്സ്ചർ നമ്മളെ ചിക്കൻ പൊള്ളിച്ചതൊക്കെ തയ്യാറാക്കിയതുപോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നമ്മുടെ ഈ ഒരു സോയ ചങ്ക്സ് പൊള്ളിച്ചതിൻ്റെ ആ ഒരു ടെക്സ്ചറും ആ ഒരു ഗ്രേവിയുടെ തിക്നെസ്സും എല്ലാം നല്ല പാകത്തിന് തന്നെ നല്ല ഒരു അറോമ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടാണ് തന്നെ റെഡി ആയിരിക്കുന്നത്. ചോറിൻ്റെ കൂടെ ചപ്പാത്തി എന്തിൻ്റെ ഒപ്പം നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.